Hello friends, Fas Anofa Kitchen പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സമൂസയാണ്. ഇനിയിപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കിഴങ്ങ്, പച്ചമുളക്, മുള്ളങ്കി, 2 സവാള, പിന്നെ കറിവേപ്പിൻ്റെ ഇല. സമൂസ ഉണ്ടാക്കാനുള്ള ലീഫാണ് ഇത്. വലിയുള്ളി ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റും ഉണ്ടായിക്കോട്ടെ. ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിച്ചോണ്ടി. ഇനി നമ്മൾ മുള്ളങ്കിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി കൂടിയും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ വെളുത്തുള്ളി കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി പച്ചമുളക് കട്ട് ചെയ്യാം. ഇനി മല്ലിയില കൂടി നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പിൻ്റെ ഇല കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബീഫ് നമുക്കൊന്ന് സിമ്പിളായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ അരഞ്ഞാൽ മതി, കൂടുതൽ അരയണ്ട. നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകളൊക്കെ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത ബീഫ് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി. ഇപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി. സമൂസ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സമൂസ ചുറ്റി അവസാന ഭാഗമാകുമ്പോൾ മൈദപ്പൊടി കൊണ്ടുള്ള പശയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ സമൂസയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓരോ സമൂസ പൊരിച്ചെടുക്കാം. സമൂസ ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ സമൂസ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.